നിങ്ങളുടെ കുഞ്ഞ് ഇടയ്ക്കിടെ തുമ്മുന്നത് കണ്ട് ജലദോഷമാണെന്ന് കരുതി പേടിക്കാറുണ്ടോ? പല അമ്മമാരും ചോദിക്കാറുണ്ട്, സിസ്റ്ററെ ജനിച്ച അന്നു മുതൽ കുഞ്ഞ് തുമ്മുന്നുണ്ട്, ഇതിന് മരുന്ന് വേണോ എന്ന്. സത്യത്തിൽ നവജാത ശിശുക്കൾ തുമ്മുന്നത് ജലദോഷം കൊണ്ട് മാത്രമല്ല, അവരുടെ മൂക്കിലെ ചെറിയ പൊടിപടലങ്ങളും പാലിൻ്റെ അംശവും കളയാനുള്ള ഒരു സ്വാഭാവിക വഴിയാണിത്. പക്ഷേ എപ്പോഴാണ് ഈ തുമ്മൽ അപകടമാകുന്നത്? മൂക്കടപ്പ് കാരണം കുഞ്ഞ് പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഒരു നേഴ്സ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളിലെ തുമ്മലിനെക്കുറിച്ചും മൂക്കടപ്പിനെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇടയ്ക്കിടെ തുമ്മുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല അമ്മമാരും പേടിയോടെ വരാറുണ്ട്, സിസ്റ്ററെ കുഞ്ഞ് ജനിച്ചപ്പോഴേ ജലദോഷം പിടിച്ചോ, ആശുപത്രിയിൽ കാണിക്കണോ എന്ന്. സത്യത്തിൽ നവജാത ശിശുക്കൾ തുമ്മുന്നത് നമ്മൾ മുതിർന്നവർ തുമ്മുന്നത് പോലെയല്ല. അവർക്ക് അതൊരു സ്വാഭാവികമായ ശുചീകരണ പ്രക്രിയയാണ്. പക്ഷേ ഈ തുമ്മലിനൊപ്പം മൂക്കടപ്പും ശ്വാസമെടുക്കുമ്പോൾ ശബ്ദവും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നേഴ്സ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളിലെ തുമ്മലിനെക്കുറിച്ചും മൂക്കടപ്പ് മാറ്റാനുള്ള ശാസ്ത്രീയ വഴികളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. എന്തുകൊണ്ട് തുമ്മുന്നു? നമുക്ക് മൂക്കിൽ എന്തെങ്കിലും തടസ്സം തോന്നിയാൽ മൂക്ക് ചീറ്റാൻ അറിയാം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അതിന് കഴിയില്ല. പ്രകൃതി അവർക്ക് നൽകിയിട്ടുള്ള ഒരേയൊരു വഴി തുമ്മുക എന്നതാണ്. മൂക്കിലെ ശുചീകരണം. കുഞ്ഞുങ്ങളുടെ മൂക്കിലെ ദ്വാരങ്ങൾ വളരെ ചെറുതാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, തുണികളിലെ ചെറിയ നാരുകൾ എന്നിവ കയറിയാൽ അവർ തുമ്മി അത് കളയും. പാലിൻ്റെ അംശം. പാൽ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ പാൽ അല്പം തികട്ടി വരുമ്പോഴോ മൂക്കിൻ്റെ പിന്നിലെ ഭാഗത്തേക്ക് പാലിൻ്റെ അംശം എത്തിയേക്കാം. ഇത് പുറന്തള്ളാനും കുഞ്ഞുങ്ങൾ തുമ്മാറുണ്ട്. പ്രതിരോധമാണ്. അമ്മയുടെ വയറ്റിനുള്ളിൽ, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ കിടന്ന കുഞ്ഞ് പെട്ടെന്ന് വായു ശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മൂക്കിനുള്ളിലെ നേർത്ത ചർമ്മം ഉണങ്ങാൻ സാധ്യതയുണ്ട്. ആ അസ്വസ്ഥത മാറ്റാനും കുഞ്ഞ് തുമ്മാറുണ്ട്. നേസൽ കൺജക്ഷൻ. മൂക്കടപ്പ് എങ്ങനെ തിരിച്ചറിയാം? കുഞ്ഞിന് മൂക്കടപ്പുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ശ്വസന ശബ്ദമാണ്. കുഞ്ഞ് ശ്വാസമെടുക്കുമ്പോൾ മൂക്കിൽ നിന്ന് ഖുർ ഖുർ എന്ന ഒരു ശബ്ദം കേൾക്കാം. രണ്ടാമതായി പാല് കുടിക്കാൻ ബുദ്ധിമുട്ട്. മൂക്കടപ്പുള്ളപ്പോൾ കുഞ്ഞിന് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പാല് കുടിക്കുന്നത് ഇടയ്ക്കിടെ നിർത്തുകയും കരയുകയും ചെയ്യും. മൂന്നാമതായി ഉറക്കത്തിലെ അസ്വസ്ഥത. മൂക്കടപ്പ് കാരണം കുഞ്ഞിന് ആഴത്തിലുള്ള ഉറക്കം ലഭിക്കില്ല. ശ്രദ്ധിക്കുക, ഈ സമയത്ത് മൂക്കിൽ മുലപ്പാൽ ഒഴിക്കുന്ന പഴയ രീതികൾ ഒട്ടും സുരക്ഷിതമല്ല. അത് അണുബാധയ്ക്ക് കാരണമായേക്കാം. സലൈൻ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കേണ്ട ശരിയായ രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മൂക്കടപ്പ് മാറ്റാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം സലൈൻ നേസൽ ഡ്രോപ്സ് ആണ്. ഇത് വീട്ടിൽ തന്നെ എങ്ങനെ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞിനെ മലർത്തി കിടത്തുക. തല അല്പം പിന്നിലേക്ക് ചരിച്ചു പിടിക്കുക. ഒരു ചെറിയ തുണി ചുരുട്ടി കഴുത്തിന് താഴെ വയ്ക്കാം. ഓരോ മൂക്കിലും 1-2 തുള്ളി മാത്രം സോപ്പ് ഒഴിക്കുക. 1 മിനിറ്റ് ആ നിലയിൽ തന്നെ കിടത്തുക. കഫം പതുക്കെ മൃദുവായിക്കൊള്ളും. കുഞ്ഞ് തുമ്മുകയോ കഫം പുറത്തേക്ക് വരികയോ ചെയ്താൽ മൃദുവായ തുണി കൊണ്ട് തുടയ്ക്കാം. പാല് കുടിക്കുന്നതിന് 15 മിനിറ്റ് മുൻപേ ഇത് ചെയ്താൽ കുഞ്ഞിന് തടസ്സമില്ലാതെ പാല് കുടിക്കാൻ സാധിക്കും. വീട്ടിൽ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളാണ്. അനാവശ്യമായ തുമ്മലും മൂക്കടപ്പും ഒഴിവാക്കാൻ ഇവ ശ്രദ്ധിക്കണം. ആദ്യമായി അന്തരീക്ഷമാണ്. കുഞ്ഞിൻ്റെ മുറിയിൽ പുക, സാമ്പ്രാണിത്തിരിയുടെ മണം, പെർഫ്യൂം, കൊതുകുതിരി എന്നിവ ഒഴിവാക്കുക. ഇവ കുഞ്ഞിൻ്റെ മൂക്കിനെ വല്ലാതെ അലോസരപ്പെടുത്തും. പൊടിപടലങ്ങളാണ്. ഫാനിലെ പൊടി, പഴയ പുതപ്പുകൾ എന്നിവ മാറ്റുക. അടുത്തതായി ഈർപ്പമാണ്. മുറിയിലെ വായു വല്ലാതെ ഉണങ്ങിയതാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുന്നത് വായുവിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. എപ്പോൾ ഡോക്ടറെ കാണണം? എല്ലാ തുമ്മലും സാധാരണമല്ല. താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണിക്കണം. തുമ്മലിനൊപ്പം പനിയുണ്ടെങ്കിൽ, ശ്വാസമെടുക്കുമ്പോൾ വാരിയലുകൾ ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, മൂക്കിൽ നിന്ന് കട്ടിയുള്ള പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ള കഫം വരുന്നുണ്ടെങ്കിൽ. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, കുഞ്ഞിൻ്റെ ഈ ചെറിയ അസ്വസ്ഥതകൾ തിരിച്ചറിയാൻ അമ്മമാർക്ക് വേഗം സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു ഫോർ